രാജൊക്കെ സൂപ്പർ അല്ലേ, എന്തോ പറയാതിരിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാനും ഒരു സുപ്രിയയാണ്. എൻ്റെ പേര് സുപ്രിയ എന്നാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് കുറച്ചുകൂടെ ഇഷ്ടം കൂടുതലാണ്. നല്ല മൂവിയായിരുന്നു. ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും ഒരു ഇതില്ലെങ്കിലും കൊള്ളായിരുന്നു, ഇഷ്ടപ്പെട്ടു. അഭിനയം കൊള്ളായിരുന്നു. മേക്ക് ഓവറൊക്കെ പക്കയായിരുന്നു. അടിപൊളി പടം, ഒരു രക്ഷയില്ല. കാസ്റ്റിങ്ങും ഓരോ സീനറിയും ഒക്കെ ഭയങ്കര ഗംഭീരമായിരുന്നു. പൃഥ്വിരാജിൻ്റെ അഭിനയം ഭയങ്കര അടിപൊളിയായിരുന്നു. നല്ല പടമായിരുന്നു ബ്രോ. നല്ല ഫ്രെയിംസ് ഒക്കെ നമ്മൾ ഇന്നേ വരെ മലയാളം പടത്തിൽ കാണാത്ത ഫ്രെയിംസ് ആയിരുന്നു. റഹ്മാൻ്റെ മ്യൂസിക് ഒക്കെ നൈസായിരുന്നു. പക്ഷെ പെർഫോമൻസ് എടുത്ത് പറയണം, പൃഥ്വിരാജ് ഒരു രക്ഷയില്ലായിരുന്നില്ലടാ. കിടിലൻ പടം ബ്രോ. നല്ലൊരു എക്സ്പീരിയൻസ് പടം തന്നെയായിരുന്നു. ഇരുന്ന് കണ്ടുകൊണ്ട് പോകും, കണ്ടിരിക്കും നമ്മൾ, നല്ലതുപോലെ കണ്ടിരിക്കും. നല്ല രസമാണ് പടം, നന്നായി ചെയ്തിട്ടുണ്ട് പുള്ളി. സൂപ്പർ സൂപ്പർ സൂപ്പർ. നല്ല കഷ്ടമായിരുന്നു കാണാൻ. നല്ലതായിരുന്നു, നല്ല സൂപ്പറായിരുന്നു. പൃഥ്വിരാജിൻ്റെ അഭിനയം ഗംഭീരം. ആ പയ്യൻ്റെ ഹക്കിം സൂപ്പറായിരുന്നു. വിചാരിക്കാൻ പറ്റാത്തൊരു നല്ലൊരിത്. നോവൽ വായിച്ചിട്ടുണ്ട്, പക്ഷേ നോവലിലുള്ള അത്ര ഇല്ലെങ്കിലും എന്നാലും ലാസ്റ്റ് വരുന്ന ക്ലൈമാക്സ് അങ്ങനെ അങ്ങ് ഇരുന്ന് പോകും കേട്ടോ. അത്രയ്ക്ക് നല്ല മനോഹരമായിരുന്നു. നല്ല പടം, നല്ല ഒരു ജീവിതകഥ. ഞാനില്ലേ വായിച്ചിട്ടില്ല. ജീവിതകഥ, ഒരു പ്രവാസിയുടെ ജീവിതകഥ. രണ്ടാമത്തെ വട്ടമാണ് കാണുന്നത്. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഇല്ലേ എൻ്റെ അല്ല, അഭിനയത്തിന് കിട്ടുന്ന ഇതുണ്ട്. നല്ലായിരുന്നു. പൃഥ്വിരാജിനെ പറയാനുള്ളൂ. അടിപൊളി, നന്നായിട്ടുണ്ട്. അടിപൊളി, അടിപൊളിയായിട്ട് ഇഷ്ടം. സൂപ്പർ പടം, ഒരു രക്ഷയില്ല. അഭിനയം ബ്ലെസ്സി ഡയറക്റ്റ് സൂപ്പറായിട്ടുണ്ട്. ആക്ടിങ് ആണെങ്കിലും പൊളിയായിട്ടുണ്ട് പൃഥ്വിരാജിൻ്റെ ഒക്കെ. സൂപ്പർ മൂവി കേട്ടോ. ഭയങ്കരമായിട്ട് ഇമോഷണൽ ആക്കുന്നുണ്ട്. ശരിക്കും നമ്മളതിൽ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആക്കി, അറിയത്തില്ല ആ ഫ്ലോയിലങ്ങ് ഇരിക്കും. അത്രയ്ക്ക് ശരിക്കും നല്ല പടം. അയ്യോ പറയാതിരിക്കാൻ വയ്യ. നമ്മൾ അതിശോക്തിയിൽ പറയുന്നതാണെങ്കിലും നാഷണൽ അവാർഡൊക്കെ ചുമ്മാ അടിച്ചുകൊണ്ട് വരാൻ പറ്റുന്ന ആ ലെവൽ അങ്ങനത്തെ. സൂപ്പർ, നല്ല പടം, നല്ല സിനിമ, നല്ല ഒരു മെസ്സേജ് പടമാണ്. ബ്ലെസ്സി സാറിൻ്റെ സമയം ചെയ്ത ഏറ്റവും നല്ല സിനിമയാണ്. പ്രത്യേകിച്ച് പൃഥ്വിരാജിൻ്റെ നല്ല അഭിനയമാണ്. രാജു സൂപ്പർ അഭിനയമാണ്. വേറെ കൊണ്ടല്ല, എല്ലാം കാണേണ്ട ഒരു പടമാണ്. നല്ല മെസ്സേജ് പടമാണ്. ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. ഇത് മിസ്സാക്കുന്നത് ഏറ്റവും നല്ല നഷ്ടമാണ്. എന്താ പറയുക, കാണണം അത്. പ്രത്യേകിച്ച് എന്താ പറയുക, നല്ല ഫീലിങ്സാണ് അത്. സൂപ്പർ, നല്ല പെർഫോമൻസാണ്. കൊള്ളാം, കണ്ട കണ്ണ് എറിഞ്ഞു. നല്ല പടമാണ്, അടിപൊളി, റിയലിസ്റ്റിക് ആയിട്ടുണ്ട്. പൃഥ്വിരാജ് ആറാണെന്ന് ചോദിച്ചാൽ നല്ല ആറാണ്. വില നമുക്ക് മനസ്സിലാവണം. ശരി, നന്നായി ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. ബോഡി കണ്ടപ്പോൾ നമുക്ക് ശരിക്കും വിഷമം തോന്നി. നമ്മൾ ഗൾഫിൽ പോകുന്ന ആൾക്കാരുടെ വിഷമം നമ്മൾ അറിയാറില്ല. പക്ഷെ ഇപ്പോൾ കണ്ടപ്പോഴാണ് അവരവിടെ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ചെയ്യണമെന്നുള്ള മനസ്സിലായത്. നന്നായി ചെയ്തിട്ടുണ്ട് പൃഥ്വിരാജ്. കൊള്ളാം, നല്ല കഥയും എല്ലാം നന്നായിട്ടുണ്ട്. സൂപ്പറായിരുന്നു, നല്ല മൂവി. പടം നന്നായിരുന്നു. നമ്മൾ സെക്കൻഡ് ടൈമാണ് വന്ന് കാണുന്നത്. ആദ്യം നോവൽ വായിക്കാതെയാണ് വന്ന് കണ്ടത്. ഇപ്പം നോവൽ വായിച്ചിട്ട് അതിന് ശേഷം വന്നാണ് കണ്ടത്. അപ്പോൾ നന്നായിട്ടുണ്ട്. ബാക്ക് കൂടി നന്നായിട്ടുണ്ട്. നോവലിലുള്ള എല്ലാ ഇവൻസും ഇല്ല, അതിലുള്ള എല്ലാം ഇതായിട്ടില്ലെങ്കിലും ഉള്ളത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ആ എടുത്തിട്ടുള്ള സീൻ, ഓരോ ഡെസേർട്ടിലുള്ള സീനാണെങ്കിലും എല്ലാം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. സിനിമയായിരുന്നു. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് കാണുന്നത്. കഴിഞ്ഞ ആഴ്ച രണ്ടാമത്തെ ദിവസം വന്ന് കണ്ടു. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് കാണുന്നത്. നോവല് വായിച്ചു. സിനിമ ഇറങ്ങിയതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി നോവൽ വായിച്ചിട്ടാണ് കാണുന്നത്. സങ്കടം വന്നു, സത്യം. നല്ല സൂപ്പറായിരിക്കുന്നു, വളരെ കൊള്ളാം, നന്നായിരിക്കും, എല്ലാവരും കൊള്ളാം. പൃഥ്വിരാജിൻ്റെ നല്ല അഭിനയം, നല്ല പടം, ഭയങ്കര ഒറിജിനാലിറ്റി. അവിടെ ഞാൻ ഗൾഫ് ജീവിതം നയിക്കുകയാണ്. ഇതെല്ലാം ഒറിജിനാലിറ്റി, മരുഭൂമി നടക്കുന്ന അതേ സംഭവങ്ങളാണ്. നല്ലായിരുന്നു, തിരിച്ചൊന്നും പറയാനില്ല. നല്ല ഫ്രണ്ടിന് കമ്പനി കൊടുക്കാൻ വന്നതാണ്. നോവൽ വായിച്ചിട്ടില്ല, പടം കണ്ടിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്തല്ലോ. അപ്പം ഇനി ബുക്കിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനൊരു ഭയങ്കരമായിട്ട് എന്നുവെച്ചാൽ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. ബട്ട് ഇതും നമുക്ക് ഇങ്ങനെ ഇപ്പോഴല്ലേ കാണാൻ പറ്റുള്ളൂ. ഇതും നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് ഒന്നും പറയണ്ടല്ലോ, എല്ലാം ഓൾറെഡി ഔട്ടാണല്ലോ. ഇഷ്ടപ്പെടാൻ കാര്യം നല്ല മൂവിയായിരുന്നു, ഇമോഷണൽ മൂവിയായിരുന്നു. അവനോട് ചോദിക്കാം, അവൻ കറക്റ്റായിട്ട് പറഞ്ഞു.